ഇത് കണ്ടങ്ങള് ഈ നീല കളറ് ഇപ്പൊ മനസ്സിലായോ ഈ റോഡിന്റെ ഒരു ഭംഗി? ഞാൻ എന്റെ കൂടെയുള്ള ടീമിനൊക്കെ ഒന്ന് കാട്ടി തരട്ടോ. ഡാൻസ് കളിക്ക് ഡാൻസ്. ദുബായിലെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഞാൻ അങ്ങനെ ബുർജ് ഖലീഫിന്റെ താഴെത്തി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഉള്ളത് ദുബായിലെ പ്രശസ്തമായ എന്നൊക്കെ പറയാട്ടോ, ഐക്കണിക്കായ ഷെയ്ഖ് സയദ് റോഡിലാണ്. ഇന്നാണ് ദുബായ് റണ്ണ്. അപ്പം ഞാൻ ദുബായ് റണ്ണിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം എൻ്റെ നേരെ സൈഡിൽ നിൽക്കുന്നതാണ് എന്ത് ദുബായ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്, മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ. അപ്പം ഇന്ന് ഞാൻ ഈ ദുബായ് റണ്ണിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കട്ടോ. അപ്പോൾ സമയം രാവിലെ 6:30 ആകണുള്ളൂ കേട്ടോ, 6:22 ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാ വർഷവും ഉണ്ടായിട്ടുണ്ട് ദുബായ് റണ്ണ്. ഒരു ഒക്ടോബർ മുതൽ നവംബർ വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ദുബായ് ഫിറ്റ്നസ് ചലഞ്ച് ഉണ്ടാവാറുണ്ട്. അതിനുശേഷം അവസാനത്തെ ദിവസം ദുബായ് റണ്ണ്, ഒരു ഫണ്ണ് റണ്ണാണ് ദുബായ് റണ്ണ് കേട്ടോ. അങ്ങനെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. 5 കിലോമീറ്ററും അതുപോലെ 10 കിലോമീറ്ററും ഉണ്ട് കേട്ടോ. ഞാൻ 5 കിലോമീറ്ററിനാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൻ്റെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ഹോട്ടലിലെ ടീംസ് കേട്ടോ. അവിടെ കണ്ടോ ആംബുലൻസ്, അതുപോലെ പോലീസ്, എല്ലാവരും അടിപൊളിയായിട്ട് സജ്ജായിട്ട് നിൽക്കുകയാണ്. ഇത് ദുബായ് രാജകുമാരൻ കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഈ ഫിറ്റ്നസ് ചലഞ്ച്. അതായത് ഒരു മാസം നമ്മളെ വ്യായാമത്തിനായിട്ട് മാറ്റിവെക്കാം. നോമ്പും പെരുന്നാളൊക്കെ അല്ലേ, അതേമാതിരിയാണ് ദുബായ് റണ്ണ്. അതായത് 30 ദിവസം നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാവും. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കൂട്ടി അവസാന ദിവസം ഒരു ദുബായ് റണ്ണ്, ഒരു ഫണ്ട് റണ്ണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫണ്ട് റണ്ണ് കേട്ടോ. ഇതൊരു കോമ്പറ്റീഷനൊന്നല്ല കേട്ടോ, ഇത് കോമ്പറ്റീഷനല്ല, ഇത് വെറും ഇങ്ങനെ ഒരു ഫണ്ടിന് വേണ്ടി മാത്രം. പക്ഷെ എന്നാലും ദുബായിൽ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ത്രില്ലാണ് ഈ ദുബായ് റണ്ണ് എന്ന് പറഞ്ഞാൽ. ഇതിന് വേണ്ടിയിട്ട് ദുബായ് ഫ്രീ ആയിട്ട് ടീഷർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ ഗ്രീന് ടീഷർട്ട് കണ്ടില്ലേ, അതൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തതാണ് കേട്ടോ. പക്ഷേ ഞാൻ രജിസ്റ്റർ ചെയ്തത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, അതുകൊണ്ട് എനിക്ക് ഈ വർഷം ടീഷർട്ട് കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനാവും 2022 എൻ്റെ 2022 ടീഷർട്ടാണ്. പക്ഷേ ഈ വർഷവും ഗ്രീൻ കളർ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ ഇട്ടത്. ദുബായിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. 16 ലൈനാണ് ഈ റോഡിനുള്ളത്. ആ 16 ലൈനും ദുബായ് ഇന്ന് ഞങ്ങൾക്ക് ഓടാനായിട്ട് വിട്ടുതന്നൊക്കെയാണ്. ഏകദേശം ഒരു 11 മണി 10 ആകുമ്പോഴത്തേന് റോഡ് ഓപ്പൺ ആക്കിയാക്കാരം. അപ്പോൾ ഇതിന് കഴിയൂട്ടോ. ദുബായിൻ്റെ 100 ദിറംസിൻ്റെ നോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ സൂം ചെയ്യണ ഈ ബിൽഡിങ്. ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. ഈ ബിൽഡിങ്ങാണ് ദുബായിൻ്റെ 100 ദിറംസ് എന്നുള്ളത്. ഇത് കണ്ടങ്ങൾ ഈ നീല കളറ് ടോയ്ലറ്റാണ് അതൊക്കെ. അപ്പം ഞാൻ കാണിച്ചു തന്നെ എന്തിനാ വെച്ചാൽ എത്ര സെറ്റപ്പായിട്ടാണ് അവർ ഈ പ്രോഗ്രാമിന് ഒരുങ്ങിയത് എന്നുള്ളതാണ്. ഇവിടെ കണ്ടോ, ഇത് ഫുള്ള് വാട്ടറാണ്. Can I have one? Thank you. അങ്ങനെ ദുബായിൻ്റെ ഒരു വാട്ടർ കിട്ടി. അങ്ങനെ ഒടുവിൽ ഞാൻ ഷെയ്ഖ് സയദ് റോഡിലെത്തി ഗൈസ്. ഇതാണ് ഷെയ്ഖ് സയദ് റോഡ്, ദുബായിലെ ഐക്കണിക് റോഡാണിത്. ഞാൻ ദുബായ്ക്ക് വരുന്നതിൻ്റെയൊക്കെ കുറേ മുമ്പ് സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക, ഈ റോഡ് കാണുമ്പോൾ എനിക്കൊക്കെ അത്ഭുതേനി.
ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓടാൻ പറ്റുന്നത്. അതെനിക്ക് സാധ്യമായി. ഞാൻ കഴിഞ്ഞ വർഷം പങ്കെടുത്തിന്. ഇതിൻ്റെ രണ്ടാമത്തെ റണ്ണാട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ, ഈ റോഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും അല്ലേ? ലോകത്തിൽ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇത്ര ബിൽഡിങ്ങുകൾ ഇത്ര ഉയരത്തിലില്ല വേറെ റോഡില്ല. പിന്നെ അതുമല്ല, ഈ റോഡ് ഒരു 5-6 കിലോമീറ്റർ സ്ട്രൈറ്റാണ്, ഒരു വളവില്ല. നേരെ എന്ന് പറഞ്ഞാൽ നേരാണ്. കുടിച്ചണ വിട്ട 100-140. അതുകൊണ്ട് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എനിക്ക് തോന്നുന്നത് 120-140 ഈ റോഡിൻ്റെ മാക്സിമം സ്പീഡ്. ഇപ്പം മനസ്സിലായോ ഈ റോഡിൻ്റെ ഒരു ഭംഗി? രണ്ട് ഭാഗത്തും സന്തോഷ് കുളങ്ങര പറയും പോലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ്. അതിൻ്റെ നടുവിലാണ് ഞങ്ങൾ നടക്കുന്നത്. എന്തൊരു ഹാപ്പിനെസ് ആവും ഈ നടക്കുന്ന ആളുകളൊക്കെ മനസ്സിലാണോ? ഈ ബിൽഡിങ്ങുകളൊക്കെ ഏകദേശം 70-80 തട്ടുകളുണ്ട് കേട്ടോ. ഈ റോഡ് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാലും മനസ്സിലാവും. ഒരു വളവ് ഇതിനില്ല. അങ്ങോട്ട് നോക്കിക്കോ, ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഒരു വളവ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ കൂടെയുള്ള ടീമിനൊക്കെ ഒന്ന് കാട്ടിത്തരാം കേട്ടോ. ഇവരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇതിൻ്റെ ഹോട്ടലിൽ നിന്ന് വന്നാട്ടോ. ഇവർ 2 പേര്, ഇവരൊക്കെ എൻ്റെ ഹോട്ടലിലുള്ള ടീമാണ്. എല്ലാവരും ഇതിന് പങ്കെടുക്കൂല, മെയിനായിട്ട് ഇൻട്രസ്റ്റ് വേണം ഇതിനൊക്കെ. ഈ റണ്ണിന് പ്രായപരിധിയൊന്നുമില്ല കേട്ടോ, ആർക്കും പങ്കെടുക്കാം. അതാണ് ഈ റണ്ണിൻ്റെ പ്രത്യേകത. പിന്നെ ഫ്രീ ആണ്, ഒന്നും വേണ്ട. നമുക്കിങ്ങനെ കണ്ടോ ഇതുപോലത്തെ ടീഷർട്ടൊക്കെ കിട്ടും. ഡാൻസ് കളിക്ക്, ഡാൻസ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്, ദ ഫ്യൂച്ചർ. ഈ മുന്നിൽ നിൽക്കണ കേട്ടോ ഞങ്ങൾ GM, ഞങ്ങൾ GM. കേറി നിൽക്കട്ടോ, സെക്യൂരിറ്റി ഇപ്പം ഇറക്കുന്നെ. എന്നാലും ഇവരെ സമ്മതിക്കണം, കാരണം എത്ര കൂളായിട്ടാണോ ഇവരിത് എന്താ പറയുക മാനേജ് ചെയ്യണത്. ഞങ്ങളെ ഫോട്ടോയിലൊക്കെ ഒരുങ്ങണേ. ആ ഡ്രോണിലേ ഒന്ന് തല കൊടുത്ത അഥവാ ന്യൂസിലൊക്കെ വന്നാലോ അല്ലേ? ആ ഡ്രോണാണ് ഇന്നത്തെ എന്താ പറയാ സോഷ്യൽ മീഡിയത്തെ താരം. ആ ഡ്രോണിലുണ്ടോ, ആ ഡ്രോണിലത്തെ വിഷ്വൽസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ സ്ക്രീനിലുണ്ടോ? അതുപോലെ ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് ആ വിഷ്വൽസൊക്കെ വരും. അതിൻ്റെ അടിയിലൊരു മനോഹരമായ കാഴ്ച, നമ്മളെ ഇന്ത്യൻ്റെ ഫ്ലാഗ്. ദുബായിലെ ഏറ്റവും എക്സ്പെൻസീവായ ക്യാമറ കണ്ടു നിങ്ങൾ ഇപ്പോൾ കാട്ടിത്തരാം. ദുബായിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ക്യാമറയാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഇവനാണ് റോഡിൽ സ്പീഡ് കൂട്ടിയാലും അതുപോലെ അനാവശ്യമായിട്ടുള്ള ഡ്രൈവിങ്ങിനൊക്കെ ഫൈന് കൊടുക്കുന്ന ആള്. കണ്ടളി കാണാത്തവർ.
സൗണ്ട്സ് നിങ്ങൾ കേൾക്കണില്ലേ? അത് ഇവരാണ് പറയണത്. പിന്നെ ഇവിടെ ഈ പെണ്ണും, മനസ്സിലായോ? അങ്ങനെ ഓട്ടം തുടങ്ങിട്ടോ. ഇനിയാണ് സീന്. എൻ്റെ കൂടെയുള്ള ആൾക്കാരെ എനിക്ക് മിസ്സായാൽ തെരഞ്ഞു പിടിക്കാൻ ഭയങ്കര പണിയാണ്. ഇപ്പം തന്നെ മിസ്സായോ ഒരു സംശയം ഉണ്ടിട്ട് എനിക്ക്. കാരണം ഇതുവരെ ചെറുതായിട്ട് നടക്കല്ലേനോ. ഇനി ഓടാനൊരു സ്പേസ് കിട്ടിക്കണേ. ദുബായിലാകെ 200 നാഷണാലിറ്റീസ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിക്കണം, ഈ ഓടുന്നത് 200 രാജ്യക്കാർ ഒരുമിച്ചാണ്. എന്തൊരു എന്താ പറയുക, ഒത്തൊരുമയാണ് ഈ ദുബായിക്ക് അല്ലെങ്കിൽ UAEക്ക്. വേറെ എവിടെയും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 1000 ആളെ 2000 ആളെ നോക്കാൻ ആകെ 3-4 പോലീസ് ഉണ്ടാവുള്ളൂ ഇവിടെ. അതായത് ഇന്നത്തെ ഈ പരിപാടിക്കാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളെ നാട്ടിലൊക്കെ ഞങ്ങൾ ചെറിയൊരു പരിപാടിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കിയാണ് എത്രങ്ങാനും പോലീസും സെക്യൂരിറ്റിയാണ്. പക്ഷെ ഇവിടെ ഞാൻ ഈ എടുക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റിനെ പോലും കാണില്ല, അല്ലെങ്കിൽ ഒരു പോലീസിനെ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് കൂളാണ് UAE, പ്രത്യേകിച്ച് ദുബായ്. ഇപ്പം ഈ ഓടുന്ന ഈ ആൾക്കാരില്ലേ, ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ, അതേപോലെ ഫിലിപ്പീൻസ്, പിന്നെ ശ്രീലങ്ക, അങ്ങനെ എല്ലാ ആൾക്കാരേക്കാളും കൂടുതൽ. ഇന്ത്യയും ഫിലിപ്പീൻസിൻ്റെക്കാളും കൂടുതൽ. അതായത് കൂടുതൽ കേട്ടോ ഉദ്ദേശിച്ചത്. എവിടെ നോക്കിയാലും ഓലേക്കാരം. എവിടെ ചെന്ന് ഫോട്ടോ എടുക്കാൻ നോക്കിയാലും അവിടെ ഉണ്ടാവും മലയാളി. പിന്നെ അധികം ആൾക്കാരും ഫോട്ടോ എടുക്കാനാണ് വരുന്നത് കേട്ടോ. അത് വേറെ കാര്യമാണ്. ഫോട്ടോ എടുക്കാൻ കൂടെ ഇതിൽ ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ ജോയിൻ ചെയ്യാം. പക്ഷേ സോഷ്യൽ മീഡിയ ആണ് എനിക്ക് മനസ്സിലായ ഒരു 90% ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഒന്ന് സെറ്റാക്കാന്നുള്ള താല്പര്യം കൊണ്ട് വരികയാണ് കേട്ടോ. എക്സസൈസ് ആണ് എന്നാലും. പിന്നെ ഇവിടെ വേറൊരു കാര്യം, പ്രായം ഇതിനൊരു പ്രശ്നമല്ല. ഞാൻ പറഞ്ഞേ, ഈ കുട്ടി നോക്കുകയാണെങ്കിൽ എത്ര ചെറുതാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാർ വീൽ ചെയറിൽ വരെ വരും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ദുബായിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ കാണാം കേട്ടോ. അതൊക്കെയാണെങ്കിൽ ഫ്ലൈറ്റാണിത്. പൊളി. നേരത്തെ കണ്ടു നിങ്ങൾ പാരച്യൂട്ടിൻ്റെ സെറ്റപ്പ്. അതുപോലെ ദുബായ് എയർ ഷോ ടീമേ കരുതി. അയ്യോ സൂപ്പർ. അതൊരു ചെറിയ പ്ലെയിനാണ് കേട്ടോ. എന്തൊക്കെ കാട്ടണം നോക്കിയാണ്. നമ്മളൊരു പേപ്പർ ചുരുക്കിക്കാണ്ട് ഇട്ടാ പോലെ വിമാനം, ആ പോക്കാണ് ഈ വിമാനം പോണേ. ഇപ്പം ഞാൻ എത്തിയ സ്ഥലം ദുബായ് ഡൗൺ ടൗൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ സ്ഥലമാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാകുക. ഒരുപാട് ബ്രിഡ്ജ്, അതിൻ്റെ അടുത്തൊരു ബുർജ് ഖലീഫ, അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒരുപാട് വേറെ ബിൽഡിങ്, അങ്ങനെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ സ്ഥലമാണ് ഇപ്പം ഞാൻ എത്തിയത്. എനിക്ക് ഫോണിൽ ഇങ്ങനെ കാട്ടിത്തരാനേ കഴിയുള്ളൂ. ഡ്രോണ് എടുത്തുകാണ്ട് വീഡിയോ എടുക്കുന്നതാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഫുള്ള് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു ആംബുലൻസ് ഉണ്ട് അവിടെ. ഇത് പുതിയൊരു ബിൽഡിംഗ് കേട്ടോ. ഇതാണ് ഡൗൺ ടൗൺ ദുബായ്. ഞാനേ ഓടി ഓടി കുയങ്ങി ഗൈസ്. മെസ്സിയൊക്കെ വന്നിട്ടുണ്ട്. കോമഡി എന്താ വെച്ചാല് എൻ്റെ കൂടെയുള്ളവരൊക്കെ ഒരുപാട് മുമ്പിലെത്തിയിട്ടുണ്ട് തോന്നുന്നു. ഈ താഴെക്കൂടെ പോണില്ലേ, അത് 10 കിലോമീറ്റർ കേട്ടോ. ഇത്
5 കിലോമീറ്റർ. ഈ കാണുന്ന സ്ഥലമൊക്കെ അടിപൊളി ഫ്ലവർ വിരിയാൻ തുടങ്ങും. ഇപ്പോൾ അവർ പുതിയത് നട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ എവിടെ എത്തി ഞങ്ങൾക്കറിയോ? ബുർജ് ഖലീഫിൻ്റെ തൊട്ടടുത്തെത്തിട്ടോ. ഇതിൻ്റെ അടിയിൽ ഞാൻ കുറേ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനിതൊന്നും വീഡിയോ ആക്കിയിട്ടില്ല. ആക്കുമ്പോഴത്തേനും ഒരുപാട് ലെങ്ത് ഉണ്ടാവും വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വീൽ ചെയറിലൊക്കെ ഉണ്ടാവും, അതാണ്. അങ്ങനെ ബുർജ് ഖലീഫിൻ്റെ താഴെത്തി. നമ്മൾ ബുർജ് ഖലീഫ് കാണാൻ വരുമ്പോൾ ആ ബ്രിഡ്ജില്ലേ, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ് വരിക കേട്ടോ. ഈ വഴിക്കൊക്കെ നമ്മൾ കാറിലൊക്കെ വരികയാണെങ്കിൽ മാത്രമേ വരുള്ളൂ, അല്ലാതെ നമുക്ക് ഇതിലൊന്നും നടക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ MR ബ്രില്യൻസുകളാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കിയാണ് നിങ്ങൾ. ബുർജ് ഖലീഫിൻ്റെ കൂടെയുള്ള ബിൽഡിങ്ങാണ് കേട്ടോ അതൊക്കെ. അതായത് ഇവർ ഒരു സ്ഥലത്ത് ബുർജ് ഖലീഫ് ഉണ്ടാക്കി, അതിൻ്റെ അടുത്ത് ഇതുപോലെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ടാക്കി. ഇങ്ങോട്ട് അത് ഇവിടെ ഒരു ഡൗൺ ടൗൺ ദുബായി ആക്കിയിട്ട് മാറ്റി. നമ്മളെ നാട്ടിൽ എങ്ങനെയാണ്? നമ്മളെ നാട്ടിൽ എങ്ങോട്ടാണ് റോഡില്ലത് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് നമ്മൾ കൊണ്ടുവരും. പക്ഷേ ദുബായ് അങ്ങനെയല്ല. അവർ ആളൊഴിഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ഡെവലപ്പ് ആകാത്തൊരു സ്ഥലം നോക്കിക്കാണ്ട് അവിടേക്ക് റോഡ് ഉണ്ടാക്കിയിട്ട് അവിടെ സിറ്റി ആക്കി ഒരു വാണിജ്യ നഗരമാക്കി മാറ്റും. ഏതായാലും ഇപ്പം ഞാൻ മാക്സിമം വിഷ്വൽസ് കാട്ടി തരാം. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ബുർജ് ഖലീഫിൻ്റെ ഒരു വ്ളോഗ് ഇട്ടാലും ഞാനിപ്പോൾ എടുക്കുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ സ്ഥലത്ത് കൂടി ഒന്നും ഒരിക്കലും എനിക്ക് വരാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഇതിലൊക്കെ നടക്കാൻ പറ്റും, ഈ സൈഡിൽ കൂടെ നടക്കാൻ പറ്റും, അതല്ലാതെ ഇത്ര അടിപൊളിയായിട്ട് എനിക്ക് വീഡിയോ കാട്ടിത്തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ബുർജ് ഖലീഫിൻ്റെ വ്യൂ ഒക്കെ കാട്ടിത്തരുന്നത്. ബുർജ് ഖലീഫൊക്കെ ഒരുപാട് എൻട്രൻസ് ഉണ്ട് കേട്ടോ. അതിലത്തെ ഒരു എൻട്രൻസാണ് ഈ ഭാഗം. പിന്നെ ബുർജ് ഖലീഫയും ദുബായ് മാളും ഒരുമിച്ചാണ് കേട്ടോ. ദുബായ് മാൾക്ക് വന്നാൽ ദുബായ് മാളും കാണാം, ബുർജ് ഖലീഫയും കാണാം. അങ്ങനെ ഓടിപ്പകുതിയായി കേട്ടോ. അപ്പോൾ വീണ്ടും ഇവിടെ വാട്ടർ ഉണ്ട്. ഇവരെ കരുതൽ നോക്കണം നിങ്ങൾ. പകുതി എത്തിയിട്ടുള്ളൂ. എത്ര 1.5 ലക്ഷം ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം എണ്ണ ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഓർമ്മ. അപ്പം നോക്കണം നിങ്ങൾ എത്ര ബോട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. ഇങ്ങനെ വെള്ളം മാത്രമേ ഉള്ളൂ ചിലവർ. മലയാളികൾ പിന്നെ അങ്ങനെയാണ്, വെറുതെ എന്ത് കിട്ടിയാലും അത് പോരാ, കൂടുതൽ വേണ്ടി വരും. ഈ ഫ്ലവർ കണ്ട നിങ്ങൾ പെട്ടെന്ന് കണ്ട വീട്ടിലെ ഗാർഡനാണെന്നൊക്കെ തോന്നൂലേ, പക്ഷേ ഗാർഡന് വീട്ടിലത്തെ അല്ല, റോട്ടിലത്തതാണ്. റോഡിൻ്റെ സൈഡാണത്. എത്ര ഭംഗിയായിട്ടാണ് ഇവർ ഉണ്ടാക്കണ നോക്കണം നിങ്ങൾ. ആ സൈഡിലോട്ടോ ബുർജ് ഖലീഫ. അതിൻ്റെ അടിയിൽ ഒരു പാണ്ടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അടിക്കുവോ? ക്യൂട്ട് പാണ്ട. നമ്മളെ തല ഇറങ്ങിയിട്ടുണ്ട്. തല ഇങ്ങനെ പങ്കെടുക്കുന്ന ആളുകൾക്ക് കൗതുകം എങ്ങനെയൊക്കെ ആക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ദുബായ് ഇതിൻ്റെ സംഘാടകർ ആക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ പങ്കെടുക്കുന്ന ഒരാൾ അടുത്തതിന് എന്തായാലും പങ്കെടുക്കും. അത്രയ്ക്ക് മെമ്മറീസാണ് നമുക്ക് കിട്ടുക കേട്ടോ. ഇവിടെ നിന്നിട്ടാണ് ഒരുപാട് പേര് ഫോട്ടോ എടുക്കല്. എൻ്റെ പേരാണ് മെക്സിക്കൻ വിങ്സ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ബുർജ് ഖലീഫിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി ഫോട്ടോസ് കിട്ടും കണ്ടോ. ആ ഫോട്ടോ എടുക്കാനാണ് ആ ലൈന് നിൽക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുമ്പ് ഫോട്ടോ എടുത്താണ് കേട്ടോ, അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ഞങ്ങൾ 5 കിലോമീറ്റർ പൂർത്തിയാക്കി ഗൈസ്.
അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പ്ലാനിങ്ങിലാട്ടോ. ഇതാണ് ബുർജ് ഖലീഫ കാണാൻ വരുമ്പോൾ ഇവിടുന്നാണ് നമ്മൾ നല്ല കാണാൻ വരുന്ന ആൾക്കാരൊക്കെ മെയിനായിട്ട് വരുന്ന എൻട്രൻസ് ഇതാണ്. ഇവിടുന്ന് അടിപൊളിയായിട്ട് ബുർജ് ഖലീഫിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. അങ്ങനെ ദുബായ് റൺ പൂർത്തിയായിട്ടോ. 5 കിലോമീറ്റർ അടിപൊളിയായിട്ട് പൂർത്തിയാക്കി. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ തിരിച്ചു പോകണ അവിടെ കേട്ടോ, ബുർജ് ഖലീഫിൻ്റെ അടുത്താണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.